ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദിസ് ലവ് ഡസൻ ഹാവ് ലോങ് ബീൻസ് എന്ന സീരീസിൻ്റെ എപ്പിസോഡ് 3 പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ജെ ആണെങ്കിൽ മെത്താസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുന്നതാണ്. ആക്ച്വലി നമ്മൾ കഴിഞ്ഞ പാർട്ടി കണ്ടതാണ് മെത്താസിൻ്റെ കാലൊന്ന് ഉളുക്കിയത്. ജസ്റ്റ് ഒരു ഉളുക്ക് മാത്രമായിരുന്നില്ല, നല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവന് മുട്ടിനവിടെ സർജറിയും ചെയ്തായിരുന്നു. അങ്ങനെ ഇപ്പം മെത്താസ് അനസ്തേഷ്യയൊക്കെ കൊടുത്തിട്ട് അവനിങ്ങനെ ഉറങ്ങാണ്. ആ ഒരു ടൈമിൽ ജെ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു നേഴ്സിൻ്റെ അടുത്ത്, ഇപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരമായല്ലോ, ഇതുവരെയായിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ ഫാമിലി ഒന്നും വരാത്ത എന്താണെന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയമാണെങ്കിൽ അത് മെത്താസിൻ്റെ സെക്രട്ടറീനെ കോൾ ചെയ്തിട്ടുണ്ട്. അയാൾ വരും സാർ എന്നിങ്ങനെ ആ ഒരു നേഴ്സ് പറയുകയാണ്. ആക്ച്വലി നമ്മുടെ ജെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് മെത്താസിനെ കൊണ്ടുവന്നേക്കുന്നത്. ആ സമയം ജെ ആണെങ്കിൽ സെക്രട്ടറിയോ അയാളുടെ ഫാമിലിനെ അല്ലേ വിളിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആ സമയം തന്നെ അത് പിന്നെ എമർജൻസി കോൺടാക്ട് നമ്പറിൽ മെത്താസ് അയാളുടെ സെക്രട്ടറിയുടെ നമ്പറാണ് കൊടുത്തേക്കുന്നത്, ഫാമിലിയുടെ കോൺടാക്റ്റ് ഒന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജെ ആണെങ്കിൽ അതെന്തായിരിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം ജെ ആണെങ്കിൽ ഇങ്ങനെ മെത്താസ് ബോധം വരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയം മെത്താസിന് പതുക്കെ ബോധം വരാണ്. ആ സമയം ചേച്ചി മെത്താസിൻ്റെ അടുത്ത് നിന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട്, കാല് ആ മുട്ടിൻ്റെ അവിടെ വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മെത്താസ് ഇല്ലയെന്ന് പറയാണ്. ആ സമയം ചേച്ചി അത് അനസ്തേഷ്യ തന്നേക്കുന്നുണ്ടായിരിക്കും, അനസ്തേഷ്യയുടെ ഇത് മാറിക്കഴിയുമ്പോൾ വേദന തോന്നാൻ ചാൻസ് ഉണ്ട്. നീ ഭയങ്കര ടഫായിട്ടുള്ള ധൈര്യശാലിട്ടുള്ള ആളല്ലേ, ഈ വേദനയിൽ മറിഞ്ഞ് വീഴുമെന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം മെത്താസ് എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നെങ്കിൽ ഇറങ്ങിപ്പോകും അങ്ങോട്ട്, നീ എപ്പോഴൊക്കെ എൻ്റെ അടുത്തോട്ട് വരുന്നു അപ്പോഴൊക്കെ എനിക്ക് പ്രശ്നമെന്ന് പറയുന്നുണ്ട്. ആ സമയം ചേച്ചി ഓ അങ്ങനെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് രണ്ടുപേരും തമ്മിൽ ചെറിയൊരു തർക്കമാവാനൊക്കെ പോകുന്നുണ്ട്. എന്നാൽ അവിടെ അടി ഉണ്ടാക്കുന്നില്ല. അതിന് പകരം ചേച്ചിയാണെങ്കിൽ അല്ല, ഞാനാണെങ്കിൽ എൻ്റെ വർക്ക് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് നിനക്ക് വേണ്ടി ഇവിടെ നിൽക്കുക, അപ്പോൾ നീയാണെങ്കിൽ കുറച്ച് മര്യാദയ്ക്ക് കാണിച്ചുകൂടെ എന്നുള്ള രീതിയിൽ സംസാരിച്ച ശേഷം നിൻ്റെ ഫാമിലി വന്നു കഴിയുമ്പോൾ ഞാൻ പോകുമെന്ന് പറയാണ്. ആ സമയം മെത്താസ് എൻ്റെ സെക്രട്ടറി ഓൾറെഡി വന്ന് ഇവിടുത്തെ ക്യാഷിൻ്റെയും ബില്ലിൻ്റെയും കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്തിട്ട് തിരിച്ചു പോയി കഴിഞ്ഞു. എൻ്റെ പാരൻസ് വരാനൊന്നും പോകുന്നില്ല, എനിക്ക് ഫാമിലിയും ഇല്ല, അതുകൊണ്ട് നീ വേണമെങ്കിൽ പോയിക്കോളാനായിട്ട് പറയാണ്. മെത്താസിന് ഫാമിലി ഇല്ലയെന്ന് കേട്ടപ്പോഴത്തേക്കും ജെയ്ക്ക് ചെറിയൊരു സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് മെത്താസിൻ്റെ അടുത്ത് നീ ഒറ്റയ്ക്ക് ഓക്കെ ആയിരിക്കുമെന്ന് ചോദിക്കുകയാണ്. മെത്താസ് സമയം ഞാനാണെങ്കിൽ ഇവിടുത്തെ VIP റൂമിലാണുള്ളത്, ഈ ഒരു ഹോസ്പിറ്റലിലെ VIP റൂം എന്ന് പറഞ്ഞാൽ ഹോട്ടൽ റൂമിൽ തോന്നുന്നുണ്ട്, എനിക്ക് നല്ല കംഫർട്ടബിളാണ്, ഞാനൊരു ബട്ടൺ പ്രസ് ചെയ്താൽ എൻ്റെ എന്താവശ്യത്തിനും നേഴ്സ് ഓടി വരുമല്ലോ, ഞാൻ ഓക്കെയാണ്, നീ പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ചേച്ചി നിനക്ക് ഒറ്റപ്പെടൽ തോന്നത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് മെത്താസ് മറുപടി കൊടുക്കുന്ന കാണിക്കുന്നില്ല. അതിന് പകരം നമ്മളെ നേരെ ഓബിനെയും നുവങ്ങിനെയും കാണിക്കുകയാണ്. ഓബ് രാത്രി ടൈമിന് നുവങ്ങിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ട് നുവങ്ങ് ഉണ്ടാക്കിയ 1-2 ഡെസേർട്ട് ഐറ്റംസ് കഴിച്ചു നോക്കുകയാണ്. അത് കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഓബ് ഒരാൾ ഉണ്ടാക്കിയ ഫുഡിനെ ഇങ്ങനെ പ്രശംസിക്കാറില്ല. അപ്പോൾ നുവങ്ങ് ഓബിൻ്റെ കുഞ്ഞനിയനെ പോലെയാണ്, അപ്പോൾ അവൻ്റെ ഫുഡും അങ്ങനെ പ്രശംസിക്കാറില്ല. അതുകൊണ്ട് ഇപ്പോൾ അതിങ്ങനെ പ്രശംസയോടെ പറഞ്ഞതുകൊണ്ട് തന്നെ അതൊന്ന് റെക്കോർഡ് ചെയ്യാനായിട്ട് നുവങ്ങ് അവന് ഫോൺ എടുത്തിട്ട് അതൊന്നുകൂടെ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. ആ സമയം ഓബ് മര്യാദയ്ക്ക് റെക്കോർഡ് ചെയ്യുന്ന കട്ട് ചെയ്തോ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നിൻ്റെ ഫുഡിനെ കുറിച്ച് വല്ല മോശം പറയുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ ഫോൺ മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ഓബിൻ്റെ അടുത്ത് നീയാണെങ്കിൽ ബേസിലോട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളും നന്നായിട്ട് ഡെസേർട്ട് ഐറ്റംസ് ഉണ്ടാക്കുമല്ലോ, നീ എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഓബാണെങ്കിൽ അത് പിന്നെ ഒരു മൂഡില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം നുവങ്ങ് ഓ അങ്ങനെയാണോ, പിന്നെ എന്തിനാ നീ പാതിരാത്രി എൻ്റെ റെസ്റ്റോറൻറ്റിലോട്ട് കയറി വന്നിട്ട് ഞാനുണ്ടാക്കിയ പുതിയ ഡെസേർട്ടിൻ്റെ റെസിപ്പി അന്വേഷിച്ചിട്ട് അത് വാങ്ങിച്ച് കഴിക്കുന്നതിപ്പോൾ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഓബാണെങ്കിൽ അത് പിന്നെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ ബോഡിയിലെ സ്മെല്ല് കാരണം എൻ്റെ അടുത്തൊന്ന് കുറച്ച് ആൾക്കാർ ഡിസ്റ്റൻസ് ഇട്ട് പെരുമാറുന്നു എന്ന് പറയാണ്. അവനുദ്ദേശിച്ചത് കുറച്ച് ആൾക്കാരെന്നില്ല, ഒരാളെയാണ്, മറ്റാളെയല്ല വാനിനെയാണ്. കാരണം അവൻ്റെ ബോഡിയിൽ ആ ബേസിലിൻ്റെ മണം കാരണം നമ്മുടെ വാനാണെങ്കിൽ അവനോട് ഭയങ്കരമായിട്ട് ക്ലോസ് ആയി പോകുന്നുണ്ടല്ലോ ആ സ്മെല്ലടിക്കുമ്പോഴത്തേക്കും. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ലാസ്റ്റ് ഉണ്ടായ ഒരു ഇൻട്രാക്ഷൻ ടൈമിലെല്ലാം വാനാണെങ്കിൽ ഒരു കൈ അകലം മാറിയായിരുന്നു നിന്നത് ആ ഒരു സ്മെല്ല് വരാതിരിക്കാൻ. അപ്പോൾ ബേസിൻ്റെ സ്മെല്ലാണെന്ന് പറഞ്ഞില്ല, അതിന് പകരം വാനാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ സ്മെല്ല് അടിക്കാതിരിക്കാനെങ്കിൽ മാറിയിരിക്കുന്നതെന്നാണ് ഓബിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തോ വൃത്തിയായിട്ട സ്മെല്ലായിരിക്കും എന്ന് കരുതിയിട്ട് നമ്മുടെ ഓബിൻ ടെൻഷനായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കാര്യമാണ് ഇപ്പം നുവങ്ങിൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഇതേടെ നുവങ്ങാണെങ്കിൽ ഓബിൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ സ്മെല്ല് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് അല്ല സ്മെല്ലൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ്. എന്നിട്ട് നുവങ്ങാണെങ്കിൽ ഉടനെ തന്നെ ഓബിൻ്റെ അടുത്ത് അല്ല നീ നിൻ്റെ മൗത്ത് ഫ്രഷറിൻ്റെ ബ്രാൻഡ് വല്ലതും മാറ്റി ഉപയോഗിച്ചോ, അതോ നിൻ്റെ അടുത്ത് നിന്ന് ഈ ഡിസ്റ്റൻസ് ഇട്ട് നടക്കുന്ന ആളെ നീ ദേഷ്യം പിടിപ്പിക്കുകയോ വഴക്ക് പറയുകയോ എന്തെങ്കിലും ചെയ്തോ, നിൻ്റെ അടുത്ത് വെറുപ്പ് തോന്നാൻ മാത്രം അവന് എന്തെങ്കിലും പണി ഒപ്പിച്ചോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഓബിങ്ങനെ ആലോചിച്ചിട്ട് ഒരുപക്ഷെ ഞാൻ സ്ട്രിക്റ്റായിട്ട് പെരുമാറിയത് കൊണ്ടായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം നുവങ്ങി നേരിട്ട് സ്ട്രിക്റ്റായിട്ട് പെരുമാറിയിരുന്നോ, നീ ഇത്ര നേരം നിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ ഉള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്,
എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഉണ്ടത്തിന് ഓബ് അല്ലല്ല അവനൊന്നും അല്ല, അങ്ങനെ ആരുമില്ല എന്നൊക്കെ ഇങ്ങനെ കള്ളം പറയാണ്. ആ സമയം അങ്ങ് ഞാൻ വിശ്വസിച്ചു. പിന്നൊരു കാര്യം, നിനക്ക് ഇപ്പം തോന്നുന്ന, അതായത് ആ ആൾ നിന്നെ ഒഴിവാക്കുന്നുണ്ട്, എന്തിനായിരിക്കും ഒഴിവാക്കുന്നത് എന്നുള്ള ഈ ഒരു വിഷമോ ഈ ഫീലുമെല്ലാം നിനക്ക് ആദ്യമായിട്ട് എപ്പോഴാണ് ഉണ്ടായെന്ന് ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഓബിങ്ങനെ നോക്കുന്ന ടൈമിൽ നുവങ്ങ് കാവോയുടെ അടുത്താണ് നിനക്ക് ഈ ഒരു ഫീലിംഗ് ആദ്യമായിട്ട് ഉണ്ടായത്. അവളടുത്ത് നിനക്ക് ലവ് തോന്നി തുടങ്ങിയപ്പോഴാണ് നീ ഈ ഫീലൊക്കെ വന്നു തുടങ്ങിയത്. ഇപ്പോൾ ഇങ്ങനെ ഒഴിവാക്കുന്നു എന്ന് തോന്നുന്ന ആ വ്യക്തിയുടെ അടുത്ത് നിനക്ക് ലവ് ആണോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ ഓബ് അങ്ങനെയൊന്നുമില്ല, നീ അനാവശ്യം പറയില്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം അങ്ങ് ശരി ശരി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നീ ശരിക്കും ലവിലാവണമെന്നും പഴയതുപോലെ വരണമെന്നും എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഒരുപക്ഷേ നീ പഴയതുപോലെ ആ ഒരു റീസൺ കൊണ്ട്, സന്തോഷം കൊണ്ട് വീണ്ടും എനർജറ്റിക്കോടെ കുക്കിംഗ് ചെയ്ത് തുടങ്ങുമല്ലോ. അതുകൊണ്ട് നീ ശരിക്കും റിലേഷൻഷിപ്പിലാവണമെന്നും ഹാപ്പി ആയിട്ടിരിക്കണമെന്നും എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ടെന്ന് പറയാണ്. ആ സമയം ഓബതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ജേനെയും മെത്താസിനെയാണ്. മെത്താസ് ജേയുടെ അടുത്ത് എൻ്റെ റിലേറ്റീവ്സ് ആരും വരാൻ പോകുന്നില്ല, എനിക്കങ്ങനെ ആരുമില്ല, നീ തിരിച്ച് പൊക്കോളാനായിട്ട് പറഞ്ഞെങ്കിലും ജെ പോയതേ ഇല്ല. ജെ മെത്താസിൻ്റെ കൂടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ജെ അവിടെ സൈഡിലത്തെ സോഫയിൽ തന്നെ ഇങ്ങനെ ഉറങ്ങിപ്പോവായിരുന്നു. മെത്താസ് ഉറങ്ങുവാണ്. ആ സമയം ജെ പെട്ടെന്ന് തന്നെ എഴുന്നേക്കുവാണ്. നോക്കിയാൽ മെത്താസ് നല്ല ഉറക്കമാണ്. അങ്ങനെ ജെ എഴുന്നേറ്റ് മെത്താസിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. ആ സമയം ചേച്ചി ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. അതായത് നേരത്തെ ഇവരിങ്ങനെ സംസാരിക്കുന്ന ടൈമിന് മെത്താസാണെങ്കിൽ ചേച്ചിയുടെ അടുത്ത് നീ പൊക്കോളാനായിട്ട് പറഞ്ഞപ്പോൾ മെത്താസിൻ്റെ അടുത്ത് ജേച്ചി തിരിച്ച് മറുപടിയായിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ നീ ഇവിടെ ഒറ്റയ്ക്കാണ്ടല്ലേ, നിനക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യത്തില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചോദ്യം ചോദിക്കലും കാണിച്ചുകൊണ്ടായിരുന്നു ആ ഒരു സീൻ അവിടെ കട്ടായത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കാണിക്കുന്നത്. ഈ ഒരു ചോദ്യം കേട്ടതും മെത്താസാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. ആ സമയം ചേച്ചി നീ ഒരു കാര്യം ആലോചിക്കുക, നീ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുക, നിൻ്റെ കാല് പ്രശ്നമായിട്ടിരിക്കുക, നിനക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിനക്ക് കൂട്ട് വേണം. ഒരു കാര്യം ചെയ്യാം, നീ ഉറങ്ങുന്ന വരെ ഞാനിവിടെ ഇരിക്കാം, നീ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പോകുന്നങ്ങ് പറയാണ്. അതിനുള്ള പൈസയും പിന്നെ തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പ്രസലിലേക്ക് വരുമ്പോൾ ജെന്ന് മെത്താസിനെ നോക്കിയിട്ട് അവിടെ നിന്ന് ചെല്ലാണ്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം ഷെഫ് ഓബാണെങ്കിൽ 4 കണ്ടസ്റ്റൻസിനെയും വിളിച്ചിട്ട് അവരുടെ അടുത്ത് നിങ്ങളുടെ പുതിയ കോമ്പറ്റീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ബേസിൽ സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കി തരണം, അതിൻ്റെ കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ്, അതായത് റൗണ്ട് ഫ്രൈഡ് എഗ്ഗ് വേണം ഉണ്ടാക്കി തരേണ്ടത് കൂടെ. അപ്പോൾ ആ കോമ്പറ്റീഷന് വേണ്ടി എല്ലാം റെഡി ആയിക്കോ, റൂൾസ് സെയിം തന്നെയാണ്, ഏറ്റവും കുറഞ്ഞ പോയിന്റ് കിട്ടുന്ന ആൾ ഈ ഒരു മത്സരത്തിൽ നിന്ന് പുറത്താവുന്നതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും റെഡിയാവുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് റൂമിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ വാനാണെങ്കിൽ എങ്ങനെ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ട് ഫ്രൈഡ് എഗ്ഗ് ഉണ്ടാക്കും, അയാളിത് എന്തായി ഉദ്ദേശിച്ചത് എന്നൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ സാധാ നമ്മുടെ ഓംലെറ്റ് ഉണ്ടാക്കുന്ന ടൈപ്പ് തന്നെയാണ്, റൗണ്ടായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ക്ലുവേരുടെ അടുത്ത് അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. ആ സമയം ക്ലുവ കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷേ പെർഫെക്റ്റ് റൗണ്ടായിട്ട് ആ ഒരു ഇത് റെഡിയാക്കി എടുക്കാൻ ഭയങ്കര പാടാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഉടനെ തന്നെ ക്ലുവേനെ സോപ്പിട്ടിട്ട് പ്ലീസ് 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 എനിക്ക് ബേസിൽ സ്റ്റിർ ഫ്രൈയും ആ ഒരു റൗണ്ട് ഫ്രൈഡ് എഗ്ഗും ഉണ്ടാക്കാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയമാണെങ്കിൽ ക്ലുവ ഞാൻ നിന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ പ്ലീസ് അവസാനമായിട്ട് ഇനി ഞാൻ ചോദിക്കത്തേയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ക്ലുവേനെ സോപ്പിട്ടപ്പോൾ ക്ലുവേ സമ്മതിക്കുന്നുണ്ട്. ആ സമയം വാനിന് ഒരു ഫോൺ കോൾ വരാണ്. അത് നോക്കിയ മെത്താസായിരുന്നു. അപ്പോൾ ക്ലൂവ അത് കാണാതിരിക്കുകയാണ്. ഞാൻ ഈ കോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ വാൻ പുറത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് വാനാണെങ്കിൽ മെത്താസിൻ്റെ അടുത്ത് എന്തിനാണ് ഇപ്പോൾ വിളിച്ചതെന്ന് വെച്ചപ്പോൾ മെത്താസ് നിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്, പുതിയ പുതിയ ടാസ്ക് എല്ലാം നേരെ ചെയ്യുന്നുണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം വാനാണെങ്കിൽ അതൊക്കെ ഞാൻ നേരെ ചെയ്യുന്നുണ്ട്, ഞാനൊരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കത്തില്ല, പിന്നെ റെസ്റ്റോറൻറ്റിൽ വെച്ച് എന്നെ ഇങ്ങനെ കോൾ ചെയ്യല്ലേ, ആരെങ്കിലും കാണുമെന്ന് പറയുന്നുണ്ട്. ആ സമയം കറക്റ്റ് ഓബ് അങ്ങോട്ടേക്ക് വന്നിട്ട് നീ എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം പെട്ടെന്ന് ഇവൻ കോൾ കെട്ടിയാണ്. എന്നിട്ട് അവൻ ഇപ്പോൾ എന്താ ഈ ഓബ് ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്ന സമയത്തും ഇവൻ ആക്ച്വലി 3ാമത്തെ ഫ്ലോറിലായിരുന്നു ഇപ്പം നിന്നത്. വന്ന ടൈമിൽ തന്നെ ക്ലൂവ പറഞ്ഞിട്ടുണ്ട് 3ാമത്തെ ഫ്ലോറിൽ ഒരിക്കലും കയറരുത്, അത് റൂൾസിനെതിരാണ്, അത് കയറാൻ പാടില്ല എന്നുള്ളത് ഒരു റൂളും ആണ്, അതിന് ഓബ് മാത്രമേ അവിടെ കയറാറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ഓർക്കാതെ ഇവ ഇപ്പോൾ ഫോൺ സംസാരിച്ച് 3ാമത്തെ ഫ്ലോറിൽ കയറിയിരിക്കുകയാണ്. അവൻ നിൽക്കുന്നിടത്ത് ഒരു ഗാർഡൻ പോലെയാണ്. അങ്ങനെ അവിടെ വന്നുകൊണ്ട് തന്നെ ഓബ് നീ എന്തിനും ഇങ്ങോട്ടേക്ക് വന്ന്, ക്ലൂവ നിൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടില്ലേ ഇവിടെ കയറരുതെന്ന്, എന്തിനും ഇങ്ങോട്ടേക്ക് കയറിയെന്ന് വയ്ക്കുകയാണ്. ആ സമയം അത് പിന്നെ ഞാൻ ഓർത്തില്ല, ഞാൻ അച്ഛനുമായിട്ട് ഫോൺ സംസാരിക്കുമായിരുന്നു, ക്ലൂവയെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനായിട്ട് ഞാൻ റൂമിൽ നിന്ന് പുറത്ത് വന്നതാണ്, അപ്പോൾ ഞാൻ അറിയാതെ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വന്നേന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങാണ്. ആ സമയം ഓബ് അവനെ തടങ്ങി നിർത്തിയിട്ട് എന്തായാലും വന്നില്ലേ എന്നെ ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് വാനാണെങ്കിൽ എന്തൊക്കെയോ വൃത്തിയായിട്ട ചിന്തകളൊക്കെ ആലോചിക്കുന്നുണ്ട്. ഡേർട്ടി മൈൻഡായി വരുന്ന സമയത്ത് അതൊന്നും ആയിരുന്നില്ല കാര്യം. ഓബാണെങ്കിൽ അവിടെ ഗാർഡനായിട്ട് നട്ടിരുന്നത് ബേസിലായിരുന്നു, കാരണം അതിൻ്റെ ഡിഷസ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ബേസിൻ്റെ വേറെ ചെടി നടാനായിട്ടായിരുന്നു ഓബ് ഇവൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചത്. എന്നിട്ട് ഓബ് ആണെങ്കിൽ ആ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവൻ്റെ അടുത്ത് എല്ലാ മാസവും ഞാനിങ്ങനെ നടാറുണ്ടെന്നൊക്കെ പറയാണ്.
വാൻ ഈ സമയം ഇത് ഇങ്ങനെ നടന്നതിനേക്കാളും കടയിൽ നിന്ന് വാങ്ങിച്ചാൽ പോരെയും ചോദിക്കുകയാണ്. ആ സമയം ഓബ് എനിക്കിതിനോടുള്ള പാഷൻ കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഉടനെ തന്നെ വാനാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഇവിടെ നിന്നുള്ള ബേസിൽ ഡിഷസിനൊക്കെ വെറൈറ്റി ടേസ്റ്റും വെറൈറ്റി സ്മെല്ലുമാണ് തോന്നാറ്. എനിക്ക് നിങ്ങളുടെ അടുത്തുള്ളപ്പോഴും ആ ഒരു സ്മെല്ല് തന്നെയാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും ഒരു കുഞ്ഞു ചെടി എടുത്തിട്ട് ഉടനെ തന്നെ വാനിൻ്റെ നേരെ നീട്ടാണ്. ആ സമയം വാൻ അതിൻ്റെ സ്മെല്ല് നോക്കുന്നുണ്ട്. ആ സമയം ഓബാണെങ്കിൽ നിനക്ക് ഈ ഇലയുടെ സ്മെല്ലാണോ കിട്ടാറ് അതോ ബേസിൽ സ്റ്റിർ ഫ്രൈ ആ ഒരു ഫുഡിൻ്റെ സ്മെല്ലാണോ കിട്ടാറെന്ന് ചോദിക്കുകയാണ്. ആ സമയം വാനാണെങ്കിൽ അതെനിക്ക് കറക്റ്റ് ചെയ്ത് തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ട് പറയാൻ പറ്റുന്നില്ല, പക്ഷേ നിങ്ങളുടെ അടുത്തൊന്നും ഇതേപോലത്തെ സ്മെല്ലാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഓബ് നീ ഇപ്പം എന്താ ഉദ്ദേശിച്ചത്, നിനക്ക് എന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ടോയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഇതിൻ്റെ സ്മെല്ലടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വാന് ഓൾറെഡി വേറെ ലോകത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനിതിനൊരു മറുപടിയില്ല. അവനിങ്ങനെ ഓബിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഓബും അവനായിട്ട് ക്ലോസ് ആവുന്നുണ്ട്. അങ്ങനെ കിസ്സ് ചെയ്യാറായി നിൽക്കുന്നതിനെ വെച്ചുകൊണ്ടും ഈ ഒരു എപ്പിസോഡ് കൂടെ എൻ്റെ ആവാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.